ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് എല്ലാം പോയിരിക്കട്ടെ. ഇപ്പോൾ രാവിലെയൊക്കെ നല്ലോണം അടച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്തായാലും എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളിത് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് പുൽക്കൂടുണ്ടാക്കുന്ന തിരക്കിലാട്ടോ എല്ലാവരും. അപ്പോൾ വീടും അങ്ങനെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ. ഈ കാണുന്ന ഞാൻ ഉണ്ടാക്കി കച്ചി സൗണ്ട് വരുന്നില്ല, കച്ചി വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാട്ടോ ഞാൻ വീഡിയോ ഇടാതിരുന്നത്. എൻ്റെ സൗണ്ട് ശരിയല്ല വോയിസ് ഓവർ കൊടുക്കാൻ. പിന്നെ ഓൺ വോയിസ് ഇടാന്ന് വെച്ചാൽ അവിടെ മൊബൈലിൽ പാട്ടിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓൺ വോയിസ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇവർ മാസ്ക് വെച്ചിട്ട് മുഖം പൊത്തിയിട്ടൊക്കെ നിൽക്കട്ടെ. അപ്പോൾ മാമൊക്കെ അടുപ്പുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇത് ഓടൊക്കെ സെറ്റ് ചെയ്തു. പശ എടുത്തപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി, ഇങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ കൂടിപ്പോയി. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ആദ്യത്തെ ദിവസം ഞങ്ങൾ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു, കാരണം ഈ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ടാക്കിയതേ ഉള്ളായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസമാണിത്. 3 ദിവസങ്ങളുണ്ടോ മൊത്തം ഉണ്ടാക്കി തീർത്തത്. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. റൂം മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക. യൂട്യൂബ് ചാനല് ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ട്, അപ്പോൾ ഞങ്ങൾ ജ്യോതിഷേട്ടനോട് ബിരിയാണി വാങ്ങിത്തരാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതേ ഫുഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഫുഡ് വന്നു. കണ്ടോ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിൽ പോയി. അത് കഴിഞ്ഞത് 3ാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ വഴിയിൽ ഇത് കേട്ടോ, ഞാൻ അത് ഇങ്ങനെ ഇടിക്കാൻ വന്നില്ല കേട്ടോ. അതിങ്ങനെ പശുക്കളൊക്കെ ഇവിടെ അഴിച്ചു വിട്ടേക്കും. അപ്പോൾ അതിനെ ഇങ്ങനെ എൻ്റെ അടുത്തോട്ടൊന്ന് പിന്നെ പേടിച്ചു. അത് കഴിഞ്ഞതാണ്ട് ഇവിടെ ഞങ്ങൾ ആദ്യം പുൽക്കൂട് 2ാമത്തെ ദിവസം ഉണ്ടാക്കിയതിനെയൊക്കെ പൊളിച്ചിട്ട് വേറെ രീതിയിലൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് അതിനെ തന്നെ സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ പകുതിയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ബോബിൻ ചേട്ടൻ റിനു മാമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്റ്റലിലോട്ട് പോയിട്ട് ഇടയ്ക്ക് ഹോസ്റ്റലിൽ കേക്ക് എടുക്കാൻ അതൊന്നിനോ ഹോസ്റ്റലിലോട്ട് പോയായിരുന്നു, ഞാനും മറിയ ചേച്ചി മാത്രം. എന്നിട്ട് ഞങ്ങൾ പോയി കേക്കൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. പുൽക്കൂടൊക്കെ പകുതി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ മുകളിലത്തെ ആ ഒരു മേഘമൊക്കെ സെറ്റ് ചെയ്തു. ഇതിനകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് കത്തിച്ചൊക്കെ നോക്കിയതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയ്യോ ഇതിൻ്റെ കോലം കണ്ട. അത് കഴിഞ്ഞത് ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഈ കല്ലിനകത്ത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കട്ടെ. കുറേ വൈറ്റ് കല്ലിങ്ങനെ ബ്രൗൺ കളറിൽ പെയിൻ്റ് അടിച്ച്. അപ്പം ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ടോ, ഇതിനിങ്ങനെ തിരിച്ചും പിരിച്ചൊക്കെ അടിക്കുന്നത്. അങ്ങനെ ഞാനത് ഫുൾ അവിടെ ഇരുന്ന് പെയിൻ്റ് അടിക്കുമായിരുന്നു. എൻ്റെ കുറേ സമയത്തെ പണിയായിരുന്നു കല്ല് പെയിൻ്റ് അടിക്കുക എന്നുള്ളത്. അപ്പം ഞാനത് അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരവിടെ പുൽക്കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറിയ ചേച്ചി പോയി ആ ക്രിസ്മസ് ട്രീക്കകത്ത് കുഞ്ഞു കുഞ്ഞു ബെൽസും ബോൾസും ഒക്കെ സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അതേ സാറൊക്കെ വന്ന് നോക്കി. അപ്പം ഞാനിങ്ങനെ പുറകെ നിന്നിട്ട് വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ റൂമിൽ കത്തിച്ചപ്പോൾ നല്ല എല്ലാ ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് കത്തിക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പുറത്ത് അത്രയല്ല എന്നാലും രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ എപ്പോഴും എടുത്തു നമുക്കിത് ചുറ്റണോടാ, ഇല്ലെങ്കിൽ തൂക്കിയില്ല.
നീ തുടക്കമൊക്കെ എടുത്തില്ലായിരുന്നു. തൂക്കണേ അങ്ങനെ ദേ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തോന്നുന്നു. സത്യല്ലേ? അൻസി അതിന്റെ മണ്ടയ്ക്ക് ഫോണുമല്ലേ എന്റെ ഫോണാണ്. ആയിക്കോട്ടെ അല്ലെന്ന് പറഞ്ഞു. അല്ല ഇനി മുതൽ പൊട്ടിക്കുമ്പോ ഇതിലേ പൊട്ടിക്കണേ. അതിലേ പൊട്ടിച്ചല്ലേ പൊട്ടിച്ചത് ഞാൻ പറയുന്നത് എന്തോ ഏത് പഴയ അതിന്റെ അടിയിലിട്ടേക്കുന്ന ഇത് ഇതുണ്ടല്ലോടാ. എന്തോ 2 ദിവസം വരെ കലാകാരന്മാരുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് പൊക്കി പറയുന്നു. ഇന്നെ പൊക്കി പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ക്ഷീണം മാറ്റുമായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ചുമ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതേ പുൽക്കൂടൊക്കെ മാലാകിയൊക്കെ ഇങ്ങനെ തൂക്കിയെന്ന് വന്നിട്ട് അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ മോകഷൊക്കെ അടിച്ചിരിക്കുക. പിന്നെ താഴെ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്തു. രാത്രിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.